ഞാൻ വന്നിരിക്കുന്നത് രാജസ്ഥാനിലെ സ്പെഷ്യലായിട്ടുള്ള ഓണിയൻ കച്ചോരിയുടെ വീഡിയോ ആയിട്ടാണ് വന്ന് നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി. അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങളിതിൻ്റെ ഒച്ച കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഒട്ടും ഓയിലി ആയിട്ടില്ല, നല്ല പെർഫെക്റ്റ് നല്ലതായിട്ട് പൊങ്ങി വന്ന് നല്ല കച്ചോരി കേട്ടോ. കുറേ നേരത്തേക്ക് നമുക്ക് ഇതുപോലെ തന്നെ വീർത്ത് തന്നെ ഇരിക്കും, താന്നു പോകത്തില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് റെസിപ്പി, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ്, നല്ല സ്പൈസി റെസിപ്പിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 250 ml കപ്പിന് ഞാൻ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്കകത്ത് നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ അരിമോദകവും 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/3 കപ്പ് നമുക്കാണെങ്കിൽ ഓയിൽ ഒഴിച്ചെടുക്കാം. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ, റിഫൈൻഡ് പോലെ ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. ഇത് നമ്മൾ നന്നായിട്ട് എണ്ണ വേണം കേട്ടോ, എന്നാലും നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇങ്ങനെ സോഫ്റ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ അറിയുന്നത് ഇത് ശരിക്കും ഓയിലി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ കയ്യിലൊന്നും ഒരു പിടിയൊന്നും പിടിച്ച് നോക്കണം കേട്ടോ. നല്ലതായിട്ട് ക്രാക്കൊന്നും വീഴാതെ ആ പിടി അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ടോ. നിങ്ങൾ എൻ്റെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഇതുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ എക്സ്ട്രാ ഒഴിച്ചെടുത്തതിന് ശേഷം വേണം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ആദ്യമാണെങ്കിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയുന്ന തൊട്ട് സ്റ്റഫ് പരാഠയോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ സ്റ്റഫ് ചെയ്ത് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ലൂസായിട്ടേ ആട്ട കുഴച്ചെടുക്കാവുള്ളൂ. അതേ കണക്ക് തന്നെയാണ് കച്ചോരിക്കും കേട്ടോ. നമ്മളാണെങ്കിൽ നല്ലതായിട്ട് ലൂസായിട്ട് ആട്ട കുഴച്ചെടുക്കണം. നിങ്ങളിപ്പോൾ എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടായിരിക്കും, നല്ലതായിട്ട് ലൂസായിട്ട് മൈദയൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടോ. എന്നാലും ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. എത്ര നന്നായിട്ട് കുഴച്ചെടുക്കുന്നോ അത്രയും നല്ലതായിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കച്ചോരി പൊട്ടാതെ, എണ്ണയിലൊന്നും പോയി പൊട്ടാതെ, എണ്ണയൊന്നും അധികം കുടിക്കാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ കുഴച്ച് എന്നിട്ട് 1 ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കാണെങ്കിൽ ഇത് അടച്ച്, അല്ലെങ്കിൽ ഒരു തുണി നനച്ച് അടച്ച് വെക്കും, അല്ലെങ്കിൽ എയർ ടൈറ്റായിട്ട് എന്തെങ്കിലും പ്ലേറ്റും നന്നായിട്ട് അടച്ച് വെക്കണം കേട്ടോ. ഒരു അരമണിക്കൂറത്തേക്ക് നമുക്ക് സെറ്റ് ആവാനായിട്ട് വെക്കാം. അതുവരത്തേക്ക് ഇതിന് വേണ്ടിയുള്ള സ്റ്റഫിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം. മീഡിയം സൈസിൽ ഇതുപോലെ 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒത്തിരി പൊടിയായി അരിയേണ്ട ആവശ്യമില്ല, റഫ്ലി ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് നീളനെ അല്ല കേട്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ചോപ്പ് ചെയ്യേണ്ടതെന്ന്. ഇത് കണക്ക് വേണേ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാൻ. ഓണിയൻ മീഡിയം സൈസ് 3 എടുത്തേക്കുന്നത്. ഓണിയൻ കച്ചോരി അല്ലേ, അപ്പോൾ നമുക്ക് ഓണിയൻ ഇച്ചിരി അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ വേണം. അപ്പോൾ അത് ആദ്യം ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഒത്തിരി അങ്ങ് പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിപ്പം. സോഫ്റ്റ് ആയിട്ടല്ല, നമുക്ക് ഇച്ചിരി ക്രഞ്ചിയത്തോടെയാണ് നമുക്ക് സവാള വേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് എങ്ങനെ ചെയ്തേക്കുന്നത്, നമുക്കാണെങ്കിൽ ഇതായി കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് എല്ലാം വേറെ ആക്കി ഒന്ന് അകത്തി കൊടുക്കാം കേട്ടോ നമുക്കൊന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇതുപോലെ ഒന്നാക്കി സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇത് കണക്ക് നമുക്ക് എല്ലാ സവാളയും ഇതുപോലെ അരിഞ്ഞെടുക്കാം. വലുതാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് ഒന്നും കൂടെ ഒന്ന് നടുകി ഒന്ന് കീറിയിട്ട് പിന്നെ ഒന്നും കൂടെ ഇതുപോലെ അരിഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് പൊടിയായി അരിഞ്ഞ് അതും കൂടെ നമുക്ക് എടുക്കണം. ഫ്രണ്ട്സ്, ഇങ്ങനെ റെസിപ്പീസൊക്കെ എങ്ങനെയാണ്, ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ പുതിയ എന്തൊക്കെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ എന്നെ അറിയിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടി നമുക്കിനി മസാല റെഡിയാക്കി എടുക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം, 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മുഴുവൻ മല്ലിയും, പിന്നെ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ പെരിഞ്ചീരകവും, 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സിട്രിക് ആസിഡ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമൊന്നുമില്ല, ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സ്റ്റഫിങ് റെഡിയായി കഴിയുമ്പം ഒരു അരമുറി നാരങ്ങയുടെ നീര് നമുക്ക് പിഴിഞ്ഞകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 4 പച്ചമുളകും 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നമുക്ക് ഫൈനൊന്നും പേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വെക്കാം. അത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വലിയ തവിയിൽ 2 തവി നിറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പം ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചെങ്കിൽ മസാലയൊക്കെ ഇല്ലേ, നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് സോത്തെ ആയി കഴിയുമ്പോൾ നമ്മൾ സവാള അരിഞ്ഞ് വെച്ചേക്കുന്നത് അതും കൂടെ അതിനകത്തൊന്ന് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒത്തിരി സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സവാളയിൽ നിന്ന് മോശം ഇറങ്ങി വരും. സവാള പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി കിട്ടും. നമുക്ക് സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഞ്ചായി കിട്ടണം നമുക്ക്. എന്നാൽ സോഫ്റ്റായി കിട്ടുകയും ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ ഇത് നന്നായിട്ടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഞാൻ. അതും കൂടെ നമുക്ക് അകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കടലമാവ് നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ കടലമാവും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോത്തയാക്കിയെടുക്കാം. ഇനി നമുക്കത് മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഒത്തിരി ഫാൻസി മസാല എന്നല്ല, നമ്മൾ എന്നും റൂട്ടീൻ ഏതായ മസാല യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് തന്നെ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവുള്ള കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതേ മീഡിയം സൈസിൽ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തണുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മാഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചങ്ക്സ് ഇരിക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് 1 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒത്തിരി മധുരിക്കത്തൊന്നുമില്ല കേട്ടോ. പുളിയും മധുരവും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര അതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഞാൻ പറഞ്ഞ കൂട്ട് ആദ്യം സിട്രിക് ആസിഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ നേരത്തെ നമുക്ക് നാരങ്ങ നീര് ഗ്യാസിൻ്റെ ഫ്ലെയിം ബന്ധാക്കിയതിന് ശേഷം ഒരു അരമുറി നാരങ്ങ നീര് നമുക്ക് ഇതിനകത്ത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് നോക്കണേ, ഉപ്പും മസാലയൊക്കെ പാകത്തിനാണെന്ന് ആണെങ്കിൽ അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ചോപ്പ് ചെയ്ത് അതും അകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതോടെ തണക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്കാണെങ്കിൽ കുഴച്ച് വെച്ചാൽ മാവൊക്കെ 1/2 മണിക്കൂറായിട്ടുണ്ട്. നല്ലതായിട്ട് സോഫ്റ്റായി ഇരിക്കുക കണ്ട. എന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമുക്കത് ഇതുപോലെയൊക്കെ എല്ലാം റെഡിയാക്കി വെക്കാം കേട്ടോ. അതേക്ക് ഉരുളൊക്കെ നമുക്ക് എങ്ങനെ, ഞാൻ ഒത്തിരി വലിയ പുറത്തൊക്കെ കിട്ടുന്ന അങ്ങനത്തെ വലുതായിട്ട് വെക്കുന്നില്ല. ഒരു മീഡിയം സൈസിൽ കച്ചോരി ഞാൻ ഉണ്ടാക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം ഒരു മീഡിയം സൈസ് ഉരുള റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്റ്റഫിങ്ങിന് ഇതുപോലെ എത്ര നമ്മൾ ആട്ടയുടെ ഉരുള ഉണ്ടാക്കിയേക്കുന്നത് എത്ര തന്നെ വേണം ഇതും ചെയ്ത് വെക്കാനായിട്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കൈയൊന്നും അഴുക്കാവാൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൈ കഴുകാൻ പോകണം. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അത് ആദ്യം ഇതൊക്കെ റെഡിയാക്കി ഒരു 12 കച്ചോരി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈസിൽ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ആദ്യം ഒന്ന് ചെറിയ കനം കുറച്ച് അരിവൊക്കെ ഒന്ന് കനം കുറച്ച് കൊടുക്കുക. പെട്ടെന്ന് ഇത് ഇതുപോലെ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതാ നമുക്ക് പൊട്ടിപ്പോകത്തില്ല, കണ്ടോ മുറിഞ്ഞു പോകത്തില്ല. നമ്മൾ വലിച്ചാൽ ശരിക്കും പാകത്തിന് കിട്ടുകയും ചെയ്യും. ഇനി മേളിൽ നിന്ന് കുറച്ച് ഇതുപോലെ ട്വിസ്റ്റാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങനെ അങ്ങ് എടുക്കുക മാവ് എക്സ്ട്രാ ഉള്ളത്. അപ്പോൾ അതവിടെ നന്നായി സീലായി ഇരിക്കുകയും ചെയ്യും. നമ്മൾ എണ്ണയിലൊക്കെ വറുത്ത് വരുമ്പോൾ പൊട്ടാതെ ഓയിലിയായി വരാതെ നല്ലതായിട്ട് വീർത്ത് വരികയും ചെയ്യും. നല്ലതായിട്ട് സിമ്പിളായിട്ടല്ലേ. നമുക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ അതൊന്ന് ചെയ്യേണ്ടതെന്ന്. ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ഞാൻ കാണിച്ചു, നമുക്ക് പരത്തിയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇതുപോലെ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അതും കാണിച്ചു തരാം എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ. അത് നിങ്ങൾക്ക് ഏതാ ഈസിയായി തോന്നുന്നത് വെച്ചാൽ അതനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി കനം കുറച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വലുതാക്കി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് സ്റ്റഫിങ് അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വലിച്ച് നമുക്ക് സീൽ ചെയ്ത് കൊടുക്കാം. ഇനി എക്സ്ട്രാ വരുന്ന മാവ് മേളിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റാം. സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അധികം സമയമൊന്നും പിടിക്കത്തില്ല. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ആണെങ്കിൽ ഒത്തിരി ചൂട് വേണ്ട കേട്ടോ. ഒരു മീഡിയം ഹോട്ട് ഓയിൽ മാത്രം മതി. ഒത്തിരി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് വരികയും ചെയ്യും. ഉള്ളിൽ നിന്ന് പച്ചയായിരിക്കും. പിന്നെ പെട്ടെന്ന് തന്നെ സോഗിയായി പോകും കേട്ടോ. നമ്മുടെ കച്ചോരി ഇരിക്കുവാണെങ്കിൽ അത് ബാക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ. അല്ല നമ്മൾ മീഡിയം ഫ്ലെയിമിൽ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ കുറേ നേരത്തേക്ക് നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഉള്ളൊക്കെ വെന്ത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. എല്ലാം കച്ചോരി നല്ലതായിട്ട് വീർത്ത് പൊങ്ങി വരും കേട്ടോ. പെർഫെക്റ്റ് റെസിപ്പിയെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് പറയുക എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് എന്തൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ അറിയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല പെർഫെക്റ്റ് കച്ചോരി റെസിപ്പി അത് കണ്ടില്ലേ. നമ്മുടെ എല്ലാം നല്ലതായിട്ട് വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കച്ചോരി നമ്മൾ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചട്നിയോ ടൊമാറ്റോ കച്ചപ്പിനൂടെ ആണെങ്കിലും ഇത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.